മലങ്കര കാത്തലിക് ടിവിയിലെ ഓർമ്മ പെരുന്നാൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മലങ്കര കത്തോലിക്കാ സഭയിലെ മാർത്താണ്ഡം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ ലോറൻസ് മാർ എഫ്രേം തിരുമേനിയുടെ 25ാം ചരമ വാർഷിക ദിനമാണല്ലോ ഇന്ന്. സഭയിലെ പുണ്യപിതാവും മികവുറ്റ മിഷണറിയും ഏറ്റവും അഭിനന്ദനാർഹമായ വിധം വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും ചെയ്ത, സഭയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത, അത് ബലിയായി അർപ്പിച്ചു തീർത്ത ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മയാണല്ലോ ഇത്. പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ അദ്ദേഹത്തുമായുള്ള ബന്ധം ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്ക് ആരംഭിക്കുന്നത് 1984 ജൂൺ മാസം 21-ാം തീയതി മൈനർ സെമിനറിയിൽ ആദ്യമായി കാലെടുത്ത് വെക്കുമ്പോഴാണ്. അന്ന് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ ചീഫ് VG ആയും സഹായമെത്രാനായും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. മൈനർ സെമിനറി വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് വളരെ സ്നേഹത്തോടും പൈതൃകമായ കരുതലോടും ഇടപെടുകയും ചെറിയ തെറ്റുകൾ പോലും സ്നേഹപൂർവ്വം തിരുത്തി പൂർണ്ണതയിലേക്ക് ഞങ്ങളെ വളർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൈനർ സെമിനറി റെക്ടർ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരും, ഇന്നത്തെ വളരെ സീനിയേഴ്സായിരിക്കുന്ന വൈദികർ ധാരാളം പേർ കാല യൗവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാം വലിയ ബഹുമാനത്തോടുകൂടെ ഓർക്കും. ഈ അഭിനന്യ പിതാവ് ഫാദർ ലോറൻസ് എന്ന നിലയ്ക്ക് റെക്ടറായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ നയിച്ചിരുന്ന അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. പരിശീലനം നടക്കേണ്ടത് ആശയരൂപീകരണം മാത്രമല്ല, ഏതാനും ചില തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് കിട്ടണം എന്നതാണ്. ഇതിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര തത്വമാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുന്നത്. വളരെ കൃത്യമായ ഒരു ഇമ്മാനുവേൽ കോൺസെപ്റ്റ് അദ്ദേഹം ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്നു. ഒരുപക്ഷേ ഈ വൈദിക പരിശീലനത്തിൽ ഇന്നും മികവുറ്റ റെക്ടറായി അദ്ദേഹം അറിയപ്പെടുന്നതിൻ്റെ കാരണവും അദ്ദേഹം ജീവിതത്തിൽ നടപ്പിലാക്കിയ ഇമ്മാനുവേൽ കോൺസെപ്റ്റാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവം നമ്മോടുകൂടെ. അദ്ദേഹത്തിൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ഈ പഠിച്ചിരുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളും അനുഭവിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് റെക്ടറച്ചൻ നമ്മോടുകൂടെ. അത് പഠനമായാലും ഭക്ഷണമായാലും കളിയായാലും വ്യായാമമായാലും പറമ്പിലെ പണിയായാലും കൃഷിപ്പണികളായാലും ക്ലീനിങ് ആയാലും എവിടെയും റെക്ടറച്ചൻ കൂടെ ഉണ്ടാവും. അത് കുറ്റം കണ്ടുപിടിക്കാനല്ല, മറിച്ച് അവരെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി പൗരോഹിത്യത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് എല്ലാ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. എവിടെയെങ്കിലും തിരുത്തലുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ തിരുത്തൽ കൊടുക്കുന്നതിന് വേണ്ടിയും അത് പ്രയോജനപ്പെടുത്തിയിരുന്നു. അതിലും വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാം സ്നേഹത്തോടുകൂടെ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒരിക്കലൊരു അച്ഛൻ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരല്പം കറുത്ത ആളാണ്. അദ്ദേഹത്തെ മറ്റൊരാൾ കരിങ്കുയിൽ എന്ന് വിളിച്ച് കളിയാക്കി. അവരോടൊപ്പം ഉണ്ടായിരുന്ന, അവരുടെ ഇടയിലുണ്ടായിരുന്ന റെക്ടറച്ചൻ ഇത് കേട്ടു. റെക്ടറച്ചൻ ആ ബ്രദറെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് നിർത്തി പറഞ്ഞു, റാഗിങ് എല്ലാം നല്ലതാണ്, മറ്റുള്ളവരെ നമ്മൾ കളിയാക്കണം, പക്ഷേ അത് അവരുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിലാവരുത്. തമാശ പറയാം, അവരെ കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പരസ്പരം കളിയാക്കണം, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. ഈ കളിയാക്കലുകൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ, വിമർശനങ്ങളെ നേരിടാൻ, അതിനെ നമ്മളെ വളർത്തുന്നതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കണം. പക്ഷേ ഒരാളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ശാരീരികമായ നിറം, വൈകല്യങ്ങൾ എന്നിവയുടെ പേരിൽ അധിക്ഷേപിക്കുമ്പോൾ ബ്രദർ ഈ വ്യക്തിയല്ല കളിയാക്കുന്നത്, മറിച്ച് ഈ വ്യക്തിക്ക് രൂപം നൽകിയ, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ്. അങ്ങനെയെങ്കിൽ ഈ കളിയാക്കൽ ചെന്നു നിൽക്കുന്നത് ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമായിട്ടാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും അവരുടെ വ്യക്തിത്വത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ കളിയാക്കാൻ പാടില്ല. എന്നാൽ
അവരുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുള്ള ചില മേഖലകളെടുത്ത് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതവരെ തളർത്തുന്നതിനോ തകർക്കുന്നതിനുമല്ല, മറിച്ച് വളർത്തുന്നതിന് വേണ്ടിയായിരിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ വളരെ ധൈര്യത്തോടുകൂടെ നേരിടുന്നതിന് വേണ്ടിയായിരിക്കണം. അങ്ങനെ ഈ അവരോടൊപ്പം ഉണ്ടായിരുന്ന റെക്ടറച്ചൻ ആവശ്യമായ ഏതു തിരുത്തലുകളും കൊടുക്കുമായിരുന്നു. അത് പ്രാർത്ഥനയിൽ തെറ്റുപറ്റിയാൽ അത് തിരുത്തി കൊടുക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കുന്നതിൽ തെറ്റുണ്ട് എങ്കിൽ തിരുത്തി കൊടുക്കും. അത് ബൈബിൾ വായനയുടെ ആ സംഭവത്തിന് ശേഷം പലപ്പോഴും മുൻകരുതലുകൾ അദ്ദേഹം എടുത്തിരുന്നു. വളരെ ഗൗരവമായ മുന്നൊരുക്കം നടത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ബ്രദേഴ്സ്, ഈ എന്ത് കാര്യമായാലും ശരി, അത് യഥാർത്ഥ അവസരത്തിൽ ചെയ്യുന്നതിന് മുൻപ് ഒരുങ്ങിയിരിക്കണം. ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ച് പല പ്രാവശ്യം വായിച്ച് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണതയും നടത്തിയിരിക്കണം. കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി. ഇനി ഒരു തെറ്റ് പറ്റിയാലും കൂടെ ചേർത്ത് നിർത്തും. ദൈവം നമ്മളെ എങ്ങനെ ചേർത്ത് നിർത്തുന്നുവോ അതുപോലെ ഫാദർ ലോറൻസ് എന്ന റെക്ടറച്ചൻ ബ്രദേഴ്സിനെ എപ്പോഴും തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്നു എന്നുള്ളതാണ്. രോഗാവസ്ഥയിൽ അടുത്ത് പോയിരുന്ന് കരുതാനും സ്നേഹിക്കാനും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരു വന്യവൈദികൻ വളരെ ആവേശത്തോടെ പങ്കുവെച്ച ഒരു സംഭവമുണ്ട്. കോളറ വളരെ ഗൗരവമായി പടർന്നു പിടിക്കുന്ന ഒരു കാലം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്കത് നന്നായി മനസ്സിലാവും. നമുക്ക് വാക്സിനേഷൻ എടുത്ത് പലർക്കും പല രീതിയിലാണ് അതിൻ്റെ പ്രതികരണങ്ങളുണ്ടായത്. പല രീതിയിൽ ശരീരം പ്രതികരിച്ചു. ചിലർക്കത് പനിയായി മാറി. ചില മുൻകരുതലുകൾ ഈ വാക്സിനേഷനോടൊപ്പം എടുത്തിരുന്നു. എന്നാൽ അന്ന് അനേകം വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും സാഹചര്യങ്ങളില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ കോളറ എന്ന രോഗത്തെ തടുത്തു നിർത്തുന്നതിന് വാക്സിനേഷൻ റെക്ടറച്ചനും ബ്രദേഴ്സും എല്ലാം കൂടെ പോയി ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് എടുത്തു. എല്ലാവർക്കും അതിൻ്റേതായ റിയാക്ഷൻസ് ഉണ്ടായി. ചിലർക്ക് വലിയ പനി പിടിച്ചു, ചിലർക്ക് വലിയ കുളിരുണ്ടായി, ചിലർക്ക് വിറയൽ അനുഭവപ്പെട്ടു, ചിലർക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ടു, അസ്വസ്ഥതയായി. റെക്ടറച്ചനും ഇതേ വാക്സിനേഷൻ എടുത്തതാണ്. പക്ഷേ റെക്ടറച്ചനും ഇതേ പ്രതിഷേധങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അച്ഛനും ടെമ്പറേച്ചറുണ്ട്, അച്ഛനും ശരീരത്തിന് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഇമ്മാനുവേൽ കോൺസെപ്റ്റ് ജീവിക്കുന്ന ഈ റെക്ടറച്ചൻ അവരുടെ ഇടയിൽ ഒരു ശുശ്രൂഷകനെ പോലെ, ഒരു സെർവൻറ്റിനെ പോലെ അവരുടെ അടുക്കൽ വന്ന് അവരോടൊപ്പം ഇരിക്കുകയും അത് വിറയ്ക്കുന്നവന് തണുപ്പ് അനുഭവപ്പെടുന്നതിന് പുതപ്പുകൾ നൽകി, ഒരുപക്ഷെ അഡീഷണൽ പുതപ്പുകൾ നൽകി പുതപ്പിച്ച് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകി. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ അവർക്ക് അനുഭവപ്പെട്ടു എന്നവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം അടുത്ത് വന്നിരുന്ന്, ഒരുപക്ഷേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരുടെ കൂടെ വന്നിരുന്ന് അവരെ കരുതിയതുപോലെ കരുതുന്ന അനുഭവം അവർക്കുണ്ടായി. ദാഹമുള്ളവർക്ക് ചൂടുവെള്ളം എത്തിച്ചു. എന്താണോ അവർക്ക് ആവശ്യം, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ, ആരോഗ്യ പ്രതിസന്ധിയെ അതിജീവിക്കാൻ എന്താണോ ആവശ്യം അതെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു. ചൂട് കാപ്പി വേണ്ടവർക്ക് ചൂട് കാപ്പി നൽകി. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇതേ വാക്സിനേഷൻ്റെ റിയാക്ഷൻസും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഈ അച്ഛൻ അതെല്ലാം മറന്ന് ഈ ഫാദർ ലോറൻസ് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ ഈ വൈദിക ശ്രേഷ്ഠരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ സൗകര്യം പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശൈലി ഈ ജീവിതത്തിൽ നിന്ന് നേരിട്ട് കണ്ടുപഠിച്ചു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വളരെ മികച്ച ഒരു ശുശ്രൂഷ സഭയ്ക്ക് നൽകിയെങ്കിൽ ഈ പരിശീലന കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ മാതൃകകളാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു, എല്ലാം മാതൃകയാണ്. അത് സുവിശേഷം ജീവിക്കുക. അത് മെത്രാനായതിനു ശേഷവും ഈ സുവിശേഷം ജീവിക്കലുണ്ടായിരുന്നു. വളരെ ഒരുപക്ഷെ ഹൃദയസ്പർശിയായ ഒരു സംഭവം അത് ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ദേവാലയത്തിൽ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നതിന് ചെന്നു. അവിടെ ഞങ്ങൾ അല്പം മുൻപ് ചെന്ന വൈദികരുണ്ട്. അവിടെ ഒരുപക്ഷെ എന്തോ നിസ്സാര കാര്യത്തിന് അഭിനന്യ പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും മാനസികമായ അല്പം അകലം സൂക്ഷിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛനും ഉണ്ടായിരുന്നു. പിതാവ് സാക്രിസ്റ്റിയിലേക്ക് കയറി വന്നു. എല്ലാ വൈദികരും, ഈ ഒരു വൈദികൻ ഒഴികെ എല്ലാവരും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പിതാവിൻ്റെ കരം മുത്തി സ്നേഹവും ആദരവും എല്ലാം അറിയിച്ചു. പിതാവ് വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും സുഖ അന്വേഷണം എല്ലാം നടത്തി. അപ്പോൾ അവിടെ മാറി നിൽക്കുന്ന ഈ വൈദികനെ കണ്ടു.
പിതാവ് ഈ വൈദികൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഈ വൈദികൻ്റെ വലതു കരത്തെ പിതാവ് തൻ്റെ 2 കരങ്ങളും കൊണ്ട് ചേർത്ത് പിടിച്ച് സ്നേഹപൂർവ്വം കുലുക്കിക്കൊണ്ട് ചോദിച്ചു, അച്ഛാ സുഖമാണോ? ആ വൈദികൻ പാറക്കഷ്ണം പോലെ നിന്നതല്ലാതെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. അതിനോട് പിതാവ് പ്രതികരിക്കുകയല്ല ചെയ്തത്, പക്ഷെ അതിലൂടെ ഈ ഒരു വളരെ ഗൗരവമായൊരു വചനം ജീവിക്കുകയാണ്. എന്തിനാണ് ഇവിടെ വന്നത്? ബലിയർപ്പിക്കാൻ. കർത്താവ് പറഞ്ഞു, നീ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിലെന്നല്ല, ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ നീ ബലിവസ്തു ബലിപീഠത്തിങ്കിൽ വെച്ചിട്ട് പോയി രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. ഈ വചനത്തെ എത്ര ഗൗരവമായി അർത്ഥപൂർണമായി പിതാവ് ജീവിച്ചു. അപ്പോൾ അന്യജനത്തിൻ്റെ അവിടെ നിന്ന് എന്തുണ്ടായി എന്നുള്ളതല്ല, പക്ഷേ ഒരു മെത്രാൻ താഴുകയാണ്, വെളിമപ്പെടുകയാണ്. എത്രത്തോളം താഴാം ഈ അനുരഞ്ജനത്തിൻ്റെ നിറവിലെത്തുന്നതിന്, കർത്താവിൻ്റെ സുവിശേഷം ജീവിക്കുന്നതിന് എത്രത്തോളം താഴാമോ അത്രത്തോളം താഴാൻ തയ്യാറാകുകയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ നിന്നു. മറ്റുള്ളവരെല്ലാവരും വന്നു, കുർബാന അർപ്പണം കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഒരു 2ാം ഘട്ടമുണ്ട്. പിതാവ് അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് പീരീഡിന് ശേഷം മാർത്താണ്ഡത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായി. അവിടെ ആരംഭ സമയത്ത് തന്നെ പിതാവിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ രൂപതയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി അവിടെ ഭാരവാഹികളെ നിയമിക്കേണ്ട സമയം ആയി. ഇനിയും ആശുപത്രി വാസം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ചെയ്യുമ്പോൾ രൂപതയിൽ ഉണ്ടാകാവുന്ന നിശ്ചലാവസ്ഥ ഒഴിവാക്കാൻ വളരെ ബോധപൂർവം പിതാവ് ആശുപത്രി കിടക്കയിൽ കിടന്ന് ആലോചിച്ചും പ്രാർത്ഥിച്ചും ഇത് തീരുമാനങ്ങളെടുക്കുകയാണ്. തീരുമാനങ്ങളെടുത്ത് അതിൻ്റെ പിതാവിൻ്റെ സെക്രട്ടറിയായി നിയമിച്ചിരുന്നത്, പേരെഴുതി വച്ചിരുന്നത് ഈ പിതാവിനോട് മാനസിക അകലം സൂക്ഷിക്കുന്ന, ഒരുപക്ഷെ പിതാവ് പോയി കൈപിടിച്ച് കുലുക്കി അച്ചോ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പ്രതികരിക്കാതിരുന്ന ഈ അച്ഛൻ്റെ പേരാണ്. ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി. എന്തേ ഇങ്ങനെ ഒരു ജീവിതം? ഇതാര് ചെയ്യും? അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അതുപോലെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റൂ. പക്ഷേ ഇതറിഞ്ഞ വൈദികർ ധാരാളം പേർ പിതാവിനെ വ്യക്തിപരമായി കണ്ട് ആ തീരുമാനം മാറ്റണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് പിതാവ് ആ തീരുമാനം മാറ്റി മറ്റൊരു വൈദികനെ തൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നത്. അപ്പോൾ ക്ഷമയുടെ, അനുരഞ്ജനത്തിൻ്റെ അങ്ങേയറ്റമുള്ള മാതൃക നമ്മുടെ മുമ്പിൽ പിതാവ് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. പ്രാർത്ഥന അത് റെക്ടറായിരുന്നപ്പോഴും മെത്രാനായിരുന്നപ്പോഴും ദീർഘമായി പ്രാർത്ഥിക്കുമായിരുന്നു. കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് റെക്ടറായിരുന്നപ്പോൾ ബ്രദേഴ്സിനോടൊപ്പം പോയി പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകി വരുന്ന റെക്ടറച്ചൻ സെമിനറിയുടെ ചാപ്പലിൽ പോയി ഈ യാമപ്രാർത്ഥനകൾ മുഴുവൻ സ്വകാര്യതയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. മെത്രാനായിരുന്നപ്പോഴും പലപ്പോഴും കോമൺ പ്രാർത്ഥനാ സമയത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വന്ന് ചാപ്പലിൽ കയറി ഈ പ്രാർത്ഥനകൾ നടത്തുന്ന മെത്രാനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാം സാക്ഷ്യപ്പെടുന്നു, മാതൃകയാണ്. അപ്പോൾ ദൈവം നമ്മോടുകൂടെ എന്നുള്ള അടിസ്ഥാന പ്രമാണം ജീവിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും ഇടപെടുന്ന ഒരു വലിയ മുഖവും വ്യക്തിത്വവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിതാവിൻ്റെ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഒരു ദർശനമുണ്ട്. അദ്ദേഹം ക്രാന്തദർശിയായിരുന്നു. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ദർശനമുണ്ട്. അത് ദൈവസ്വഭാവമുള്ള ഒരു ദർശനമുണ്ട്. അത് വ്യക്തമാകുന്ന ചെറിയ ഒരു സംഭവം, ഫാദർ ലോറൻസും കുളത്തൂപ്പുഴയിലെ PC ജേക്കബ് എന്ന സഹോദരന് ഒന്നിച്ച് ജീപ്പിൽ യാത്ര ചെയ്യുകയാണ്. ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഒരു സഹോദരൻ കാട്ടിൽ നിന്ന് ഊഞ്ഞാൽ വള്ളി വെട്ടി ചുമന്നു കൊണ്ടുവരികയാണ്. ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഫാദർ ലോറൻസ് ജീപ്പ് അവിടെ നിർത്തി. ഈ സഹോദരന് കാശ് കൊടുത്ത് ഊഞ്ഞാൽ വള്ളി വാങ്ങി ജീപ്പിൻ്റെ പുറകിലിട്ടു. അപ്പോൾ ജിജ്ഞാസ കൊണ്ട് ഈ PC ജേക്കബ് ചോദിച്ചു, അല്ല ലോറൻസ് അച്ഛൻ എന്തിനാണ് ഈ ഊഞ്ഞാൽ വള്ളി? ലോറൻസ് അച്ഛൻ പറഞ്ഞു,
എനിക്ക് മക്കളുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ജിജ്ഞാസയോട് ചോദിച്ചു, കത്തോലിക്കാ സഭയിലെ പുരോഹിതന് മക്കളോ? അപ്പോൾ ഫാദർ ലോറൻസ് പറഞ്ഞു, പുഞ്ചിരിയോടെ പറഞ്ഞു, ദൈവത്തിന് ധാരാളം മക്കളുണ്ട്. അവരിൽ കുറേ മക്കളെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് ഈ ഫാദർ ലോറൻസ് പെരപ്പങ്കോട് കുഷ്ഠരോഗ ആശുപത്രിയുടെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഈ മക്കളെന്ന് ഉദ്ദേശിച്ചത് ഈ കുഷ്ഠരോഗികളെയാണ്. അവർക്ക് ഊഞ്ഞാല് കെട്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ വള്ളി കുളത്തൂപ്പുഴ കാടുകളിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ്. ഇത് മൈനർ സെമിനറി റെക്ടറായിരിക്കുന്ന കാലത്തും ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാൽ വള്ളി വാങ്ങിയെന്നല്ല, ആരെങ്കിലും സ്വീറ്റോ കേക്കോ എന്തെങ്കിലും കൊടുത്താൽ അത് കൊണ്ടുവന്ന് ഒരു ബ്രദറിനെ വിളിച്ച് ഏൽപ്പിക്കും. എന്നിട്ട് ആ ബ്രദറിനോട് പറയും, മിഠായി ആണെങ്കിൽ ഇതെല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബ്രദറും എടുക്കാൻ പറയും. കേക്കാണെങ്കിൽ അത് മുറിച്ച് എല്ലാവർക്കും ഓരോ പീസ് കൊണ്ട് കൊടുത്തതിന് ശേഷം ബ്രദറിനും എടുക്കണം. എന്താ അത്? പരിശീലനമാണ്, പങ്കുവെക്കാനുള്ള പരിശീലനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പങ്കുവെക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് റെക്ടറായിരുന്ന കാലത്തും ഈ പരിശീലനം നടത്തുകയാണ്. ബ്രദേഴ്സിനെ പങ്കുവെക്കാൻ പരിശീലിപ്പിക്കുകയാണ്. ആ ഭാവിയിൽ അവിടെ ജീവിതങ്ങളും സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി പങ്കുവെക്കപ്പെടേണ്ടതാണ്, ദൈവത്തിനു വേണ്ടി പങ്കുവെക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെ പങ്കുവെക്കലിൻ്റെ ഹൃദ്യതയിലേക്ക്, ദൈവിക ഭാവത്തിലേക്ക് നയിക്കുകയാണ്. എത്രയോ കൃത്യതയോടുകൂടെ ഈ അച്ഛൻ അത് ചെയ്യുകയാണ്. ഇത് കുഷ്ഠരോഗ ആശുപത്രി ഉണ്ടായി അതിൻ്റെ ചുമതലയിലായിരിക്കുമ്പോഴും അവിടെ പുനരധിവസിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചികിത്സയിലായിരിക്കുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഈ ഫാദർ ലോറൻസിന് എന്ത് കിട്ടിയാലും കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന അനുഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നതുകൊണ്ട് തന്നെ അത് മുറിച്ച് നൽകപ്പെടുകയായിരുന്നു. കുർബാനയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് നൽകി. അത് ഓരോ കുർബാനയും ഫാദർ ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം, ബിഷപ്പ് ലോറൻസ് മാർ എഫ്രേമിനെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മുറിച്ച് ദൈവത്തിനും സഭയ്ക്കും വേണ്ടി നൽകുന്ന അനുഭവമാണ്. അതിൻ്റെ പ്രായോഗികമായ ചില തലങ്ങളാണ് നമ്മൾ ഈ കണ്ടതെല്ലാം. ഏത് പ്രതിസന്ധിയെയും വളരെ ധൈര്യത്തോടുകൂടെ നേരിടാനുള്ള കരുത്ത് ലഭിച്ചതും ഈ ബലിയർപ്പണത്തിൽ നിന്നാണ്. കുർബാനയിൽ നിന്ന് മാറ്റിവെച്ച ഒരു ജീവിതത്തെ ബിഷപ്പ് ലോറൻസിനോ ഫാദർ ലോറൻസിനോ ചിന്തിക്കാനാവില്ല. അവിടെ നിന്ന് കിട്ടുന്ന ശക്തി. അതുകൊണ്ട് തീരുമാനങ്ങൾ, മൈനർ സെമിനറിയിൽ പഠിച്ചിരുന്ന ബ്രദേഴ്സ് പിന്നീട് അച്ഛന്മാരാകുമ്പോൾ അവർ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. പ്രത്യേകിച്ചും പല അച്ഛന്മാരോടും സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ പഠിച്ചതിൽ ഫാദർ ലോറൻസ് സെമിനറിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആരെങ്കിലും ലോകത്ത് മറ്റെവിടെയെങ്കിലും പോയി വൈദികരായിട്ടുണ്ടോ? എല്ലാവരും ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, നെവർ, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷേ അച്ഛന്മാർ കൂടെ ചേർത്തൊരു കാര്യമുണ്ട്. ഫാദർ ലോറൻസ് ചാപ്പലിൽ പോയിരുന്ന് രാത്രിയിൽ അധിക സമയം പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ ബ്രദേഴ്സിനൊരു സൂചനയാണത്, എന്തോ ചില ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഗൗരവമായ ഈ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഏൽപ്പിച്ച ആ ദൈവപിതാവിൻ്റെ അഭിപ്രായം, ഹിതം എന്താണെന്ന് പ്രാർത്ഥനയിലൂടെ തിരിച്ചറിഞ്ഞ്, കുർബാനയുടെ മുമ്പിലിരുന്ന് തിരിച്ചറിഞ്ഞ് അത് മാത്രം നടപ്പിലാക്കിയത് കൊണ്ടാണ് തീരുമാനങ്ങളിൽ തെറ്റുപറ്റാത്തത്. ദൈവവിളിയുടെ ചെറിയ ഒരു അംശമെങ്കിലും അയാളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളിയുടെ ഒരു ചെറിയ അംശമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതിനെ വളർത്തി വളർത്തി അതിനെ ഫലമണിയിപ്പിക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ചേർത്ത് നിർത്തിയാണ്. ഒരിക്കൽ മറ്റൊരു വൈദികൻ സ്വന്തം ജീവിതത്തിലെ അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫി കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ 2 റിപ്പോർട്ടുകൾ അനുകൂലമല്ലാതെ വന്നു. ഒന്ന്, അദ്ദേഹം ഓപ്പൺ അല്ല എന്നാണ് പരാതിപ്പെട്ടിരുന്നത്. മറ്റൊന്ന്, പഠനത്തിൽ അല്പം വീക്കാണ് എന്നാണ്. ഈ 2 നിഷേധാത്മക കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ആർച്ച് ബിഷപ്പ് തീരുമാനിച്ചു, അരമനയിൽ കുറച്ച് നാൾ നിൽക്കട്ടെ, അങ്ങനെ യോഗ്യനാണെങ്കിൽ വീണ്ടും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇത് റെക്ടറസിൻ്റെ നിലയ്ക്ക് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം പോയി ഗ്രിഗോറിയോസ് പിതാവിനോട് സംസാരിച്ചു. എന്നിട്ട് ഈ ബ്രദറിനെ മൈനർ സെമിനറിയിലേക്ക് കൊണ്ടുവന്നു, തൻ്റെ കൂടെ നിർത്തി തെറ്റുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു.
അതിനെ അതിജീവിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. ജീവിതത്തിൽ ദൈവത്തോടും സഭയോടും അധികാരികളോടും ദൈവജനത്തോടുമെല്ലാം ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന തുറവിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകി. പഠനത്തിൽ കുറവുണ്ട് എങ്കിൽ അതിനെ നിറവാക്കാനുള്ള പഠന ശൈലികൾ പറഞ്ഞു കൊടുത്തു. അത് ചിന്തിക്കുന്നതിനും വീണ്ടും ചിന്തിച്ച് ഹൃദിസ്ഥമാക്കുന്നതിനും അത് ജീവിതത്തോട് ചേർത്ത് വെച്ച് അർത്ഥം ഗ്രഹിക്കുന്നതിനുമെല്ലാം പ്രോത്സാഹനം നൽകി. അങ്ങനെ ഏതാനും മാസങ്ങൾ കൂടെ നിർത്തി പരിശീലിപ്പിച്ച് അദ്ദേഹം മലങ്കര സഭയിലെ വലിയ ഒരു മിഷണറിയായി, പ്രത്യേകിച്ചും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ ഒരു വലിയ മിഷണറിയായി അനേകം ദേവാലയങ്ങൾ സ്ഥാപിച്ച് തമ്പുരാൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മംഗലാപുരം സെമിനറിയിലാണ് പഠിക്കാൻ വിടാൻ ആർച്ച് ബിഷപ്പ് തിരുമേനി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവിടെ മാംസാഹാരം നിർബന്ധമായി കഴിച്ചേ പറ്റൂ. അതല്ലാതെ ഒരാൾ അവിടെ ചെന്നുപെട്ടാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഫാദർ ലോറൻസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹം ഈ ബ്രദറിനെ അടുക്കൽ പോയിരുന്ന് വീണ്ടും ദൈവം നമ്മോടുകൂടെ റക്ടച്ചൻ ബ്രദറിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അതോടൊപ്പം ഇറച്ചി കറിയും അതിനോടൊപ്പം വിളമ്പിക്കൊടുത്ത് ഇത് കഴിക്കാനുള്ള പരിശീലനം കൊടുക്കുകയാണ്. ബ്രദറിനെ കൊണ്ട് തന്നെ ചോറെടുപ്പിച്ച് ആ ചോറ് ഉരുളയാക്കി ആ ഉരുളയുടെ മധ്യത്തിൽ ഈ ഇറച്ചി കഷ്ണം വെച്ച് അത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ കഴിപ്പിക്കുന്ന ഒരു ശീലം, അങ്ങനെ കുറേ ദിവസം അത് ചെയ്ത് മാംസം കഴിക്കുന്ന ആളായി അദ്ദേഹത്തെ മാറ്റിയെടുത്തു. ഒരു അമ്മയുടെ കരുതലാണത്. എത്ര മനോഹരമായ കരുതൽ! അപ്പോൾ ഈ റക്ടച്ചൻ ഒരു അധികാരി എന്ന നിലയ്ക്കിരിക്കുമ്പോഴും അധികാരിയെപ്പോലെ അല്ല അവരെ സ്വാധീനിച്ചിരുന്നത്, മറിച്ച് അമ്മയുടെ ഹൃദയത്തോടു കൂടിയാണ്. അത് പരിശുദ്ധ അമ്മയുടെ ജീവിത ശൈലി അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സ്വന്തം അമ്മയുടെ ജീവിതവും സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പിതൃത്വത്തിൻ്റെ കൃത്യമായ സ്നേഹപൂർവമായ ഇടപെടലുകളും എന്നാൽ ശാസനാപൂർവമായ ഇടപെടലുകളും മാതൃഹൃദയത്തിൻ്റെ ഏറ്റവും സ്നേഹമസൃണമായ കരുതലുകളും ദൈവത്തിൻ്റെ ശിഷ്യന്മാർ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ വളർച്ച, സമഗ്രമായ വളർച്ച അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സുലഭമായി നമ്മൾ കേൾക്കുന്ന ഒരാശയം, ടീച്ചേഴ്സ് ഡേയുടെ അന്ന് കുട്ടികളിൽ നിന്ന് ഒരു പ്രിൻസിപ്പലിനെ അല്ലെങ്കിൽ HMനെ വെക്കുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷേ 1959 ഫാദർ ലോറൻസ് എന്ന റക്ടർ അച്ഛൻ മൈനർ സെമിനറിയിൽ റക്ടേഴ്സ് ഡേ ആഘോഷിച്ചിരുന്നു. റക്ടേഴ്സ് ഡേ ആഘോഷിക്കുന്ന ദിവസം അന്ന് ഒരു ബ്രദർ റക്ടറിനെ നിയമിക്കുമായിരുന്നു. അന്ന് ഈ സെമിനറിയുടെ എല്ലാ കാര്യങ്ങളും, അത് പ്രാർത്ഥനയുടെ ആത്മീയ കാര്യങ്ങളായാലും മറ്റ് ഭൗതിക കാര്യങ്ങളായാലും ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളായാലും എല്ലാം ആ ദിവസം നിശ്ചിത മണിക്കൂറുകൾ അത് തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ബ്രദർ റക്ടറാണ്. ഈ ആശയമാണ് ഇന്ന് വലിയ ആഘോഷമായി. അതിൻ്റെ ഉപജ്ഞാതാവായ ഫാദർ ലോറൻസിനെ ആരും ഓർക്കുന്നുണ്ടാവില്ല. 1959 അദ്ദേഹം ഈ നടപ്പിലാക്കി. ബ്രദർ റക്ടറിനെ വെച്ച് സെമിനറി റൺ ചെയ്ത് എങ്ങനെ ഒരു സെമിനറി പരിശീലനം നടത്തണം എന്ന്, അന്ന് ബ്രദറാണ്, അവർ റക്ടറായിട്ടില്ല, അച്ഛൻ പോലും ആയിട്ടില്ല, പക്ഷേ അവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏത് ധർമ്മമാണോ അവർക്ക് നൽകപ്പെടുന്നത് ആ ധർമ്മം സ്വീകരിക്കുന്നതിനും അത് 100% സമർപ്പണത്തോടെ ചെയ്തു തീർക്കുന്നതിനുമുള്ള പരിശീലനം കൊടുക്കുകയാണ്. മിഷണറി പരിശീലനം കൊടുക്കുമായിരുന്നു. ബ്രദേഴ്സിനെ അച്ഛൻ മിഷനുകളിൽ പോകുമ്പോൾ കൊണ്ടുപോകും. കുപ്പായിട്ട് ഷമ്മാശന്മാർ നാട്ടിൽ വരുമ്പോൾ അവരെയും കൊണ്ടുപോകും. ഒരിക്കൽ 2 ഷമ്മാശന്മാരെയും കൊണ്ടൊരു മിഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ വളരെ ഒരുപക്ഷെ അന്ന് താണജാതിക്കാരെന്ന് കരുതപ്പെടുന്ന കുറേ ആളുകളുള്ള ഒരു പള്ളിയിലാണ് പോയത്. ഒരു ചെറിയ മിഷൻ, ഒരു ഷെഡ് മാത്രം. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മിഷനെല്ലാം കഴിഞ്ഞു. അവിടുത്തെ ഒരാൾ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ചെറിയ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പായെടുത്ത് അവിടെ ഒരു സൈഡിലിട്ടു. ഇത് ഭക്ഷണം തരാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ ഫാദർ ലോറൻസ് വളരെ ശാന്തനായി അതിലേക്ക് ഇരുന്നു. പക്ഷേ ഈ ഷമ്മാശന്മാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന ആശങ്കപ്പെട്ട് നിന്ന ഷമ്മാശന്മാരോട് ഫാദർ ലോറൻസ് പറഞ്ഞു, ബ്രദേഴ്സ് ഇരുന്നോളൂ. അവർ യാന്ത്രികമായി ഇരുന്നു. അദ്ദേഹം മറ്റേ ഈ സഹോദരൻ ഭക്ഷണം വിളമ്പി.
ഫാദർ ലോറൻസ് പ്രാർത്ഥിച്ചിട്ട് വളരെ ആഘോഷമായിരുന്നു, സന്തോഷത്തോടെ കഴിച്ചു. ശമാശന്മാർ അതേ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് റക്ടറച്ചൻ ഭക്ഷണം കഴിച്ചാൽ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ കഴിച്ചേ പറ്റൂ. അങ്ങനെ ഇത് ഭക്ഷണം കഴിച്ചു. അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും മനുഷ്യാവതാരത്തിൻ്റെയും രഹസ്യങ്ങൾ, അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം മറന്നില്ല. ഈ വൈദികർ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തി ഈ അനുഭവം ഈ മലങ്കര കത്തോലിക്കാ സഭയിലെ പരമ്പരാഗതമായ മേഖലകളിൽ മാത്രമല്ല, മിഷൻ മേഖലകളിൽ വളരെ സ്നേഹത്തോടും ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന വിധത്തിൽ ജീവിക്കാനും ഇടപെടാനും സഹായിച്ചു എന്നതിന് ഒരു തർക്കവുമില്ല എന്നാണ്. അപ്പോൾ ജീവിതം തന്നെ അതാണ് പരിശീലനം. അത് പരിശീലനം ആവശ്യമുള്ളവർക്ക് പരിശീലനം നൽകുന്ന, കരുതൽ നൽകുന്ന, എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവം മനുഷ്യനായി ഭൂമിയിൽ കിട്ടിയ സാഹചര്യങ്ങളിൽ സന്തോഷമായി ആഘോഷിച്ചതുപോലെ ജീവിതം ആഘോഷിച്ചിരുന്നു. ക്രിസ്തു മനഃപൂർവ്വമായി കാലിത്തൊഴുത്ത് ജനിച്ചു. കണ്ടോ, ഇവിടെയും ഈ കിട്ടിയ സാഹചര്യം, അത് പായെങ്കിൽ പാ, പുൽപ്പായെങ്കിൽ പാ, ഇനി അതുമില്ല, ഇല്ലെങ്കിൽ വേണ്ട, കിട്ടുന്ന സാഹചര്യം എന്താണോ അതിലിരിക്കുന്നതിനും അവിടെ എന്താണോ നൽകപ്പെടുന്നത് ആ ഭക്ഷണം അത് സന്തോഷത്തോടെ ആസ്വദിക്കുന്നതിനും കഴിയുന്ന ഒരു മെത്രാൻ്റെ ചിത്രമാണ്, ഒരു റക്ടറച്ചൻ്റെ ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളുടെ ഉള്ളർത്ഥങ്ങൾ, പൊരുളുകൾ അദ്ദേഹം ഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശീലനം കിട്ടി വന്ന വൈദികരും പിന്നീട് ഇതേ മിഷൻ ചൈതന്യമുള്ളവരായി മാറി എന്നതാണ്. ബിഷപ്പ് ലോറൻസ് മാർ എഫ്രേമിൻ്റെ ജീവിതം നമ്മൾ അടുത്തറിയും തോറും അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനം കൂടിക്കൂടി വരും. എല്ലാ ജീവിതങ്ങളും എപ്പോഴും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. മനുഷ്യജീവിതങ്ങൾ ചിലപ്പോൾ ബാഹ്യമായി കാണുന്നതായിരിക്കില്ല. നമ്മൾ അടുത്തറിയുമ്പോൾ ചില ജീവിതങ്ങളോട് നമ്മൾ അടുക്കും തോറും അകന്നു പോകും. പക്ഷേ ബിഷപ്പ് ലോറൻസ് മാർ എഫ്രേമിനോട് അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യകളും മൂല്യങ്ങളും നമ്മൾ അടുത്ത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഹൃദയത്തിൻ്റെ അടുപ്പം കൂടിക്കൊണ്ടേയിരിക്കും. അടുക്കും തോറും ആദരവും ബഹുമാനവും കൂടും. നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. അത്രയും ഹൃദ്യമായ ജീവിത ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പാവപ്പെട്ടവരുള്ള കരുണയുടെ കാര്യത്തിലും അതാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ സ്ഥാപിച്ച് അതിലൂടെ ആരോഗ്യ മേഖലയെ സുസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച മനുഷ്യൻ, ഈ മനുഷ്യസ്നേഹി, അത് ബിഷപ്പ് ലോറൻസ് ആണ്. അദ്ദേഹം ഫാദർ ലോറൻസ് ആയിരുന്ന കാലത്ത് 1970കളിൽ മദർ ആൻഡ് ചൈൽഡ് പ്രോഗ്രാം എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് ഗോതമ്പും ചോളപ്പൊടിയും പാൽപ്പൊടിയും എണ്ണയുമെല്ലാം വിതരണം ചെയ്തിരുന്നു. ഇത് പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ, കൈക്കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾ, അവരെല്ലാം വന്ന് ക്യൂ നിന്ന് ഇത് കൊണ്ടുപോകുന്നത് കണ്ട ഫാദർ ലോറൻസ് സ്വയം ചോദിച്ച ഒരു ചോദ്യമുണ്ട്: വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദം? അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ചിന്തയിൽ നിന്നാണ് ഹോം ഹെൽത്ത് ഫോർ 1 മില്യൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് വരുന്നത്. ഇന്ന് കാണുന്ന SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ, അതിൻ്റെ ഉപജ്ഞാതാവ് ഫാദർ ലോറൻസ് ആണ്. അദ്ദേഹം 1975 ഹോം എന്നുള്ള പദ്ധതിക്ക് രൂപം നൽകി. അതിൻ്റെ ഏറ്റവും താഴത്തെ ഘടകത്തു നിന്നാണ് മുകളിലേക്ക് വരുന്നത്. താഴത്തെ ഘടകം 10 അമ്മമാരുടെ ഒരു ഗ്രൂപ്പാണ്. അവരെ ഹെൽത്ത് പരമായ കാര്യങ്ങൾ, ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവിതത്തിൽ നിലനിർത്തേണ്ട ശുദ്ധിയുടെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിലൂടെ കുടുംബങ്ങളെ വളർത്തുന്ന ഒരു ശൈലിയും ചൈതന്യവുമാണ്. അപ്പോൾ അവരിൽ നിന്ന് കുറേ നാൾ അവർ കൂടിക്കഴിയുമ്പോൾ ഒരാൾ ലീഡറായി മാറും. എമേർജിങ് ലീഡറിനെയാണ് ഫാദർ ലോറൻസ് വിഭാവനം ചെയ്തിരുന്നത്. ആ ലീഡർമാർ 20 ലീഡർമാർ കൂടുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി പോകുന്നതാണ്. ഞാൻ വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംവിധാനം, സ്വയം സഹായ സംഘങ്ങൾ എന്നുള്ള പേരും മറ്റു കാര്യങ്ങളെല്ലാം പിന്നീടാണ് വന്നത്. അത് ക്രെഡിറ്റ് യൂണിയൻ, മറ്റ് ധാരാളം പേരുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും താഴെഘട്ടത്തിലെ ചെറിയ തലങ്ങളിൽ നിന്ന് സ്വയം സഹായിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന്, അത് അമ്മമാരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് കുടുംബങ്ങളെ നവീകരിക്കുന്ന, നല്ല ശുദ്ധിയുള്ള ഭവനങ്ങളാക്കി മാറ്റുന്ന ഒരു ശൈലി വളർത്തിയെടുത്തതും സ്വപ്നം കണ്ടതും വിഭാവനം ചെയ്തതും ഈ ക്രാന്തദർശിയായ ഫാദർ ലോറൻസ് ആണ്. അത് അന്താരാഷ്ട്ര തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. പിന്നീട് അതിൻ്റെ ധാരാളം വകഭേദങ്ങൾ ഇന്ന് കേരള കത്തോലിക്ക സഭയിലും
കേരള ഗവൺമെൻറ് തലത്തിലും ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന കുടുംബശ്രീകൾ, അയൽക്കൂട്ടങ്ങൾ, അതുപോലെ പല രൂപതകളിലെയും സോഷ്യൽ സർവീസ് സഹായ സംഘങ്ങൾ എല്ലാം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ആദ്യ ചിന്തയും നടത്തിപ്പും അതിൻ്റെ ശൈലിയുമെല്ലാം ഹോം എന്ന പദ്ധതിയിലുണ്ട്. ഇത് അപ്പോൾ എവിടെയും പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ എനിക്ക് അഡ്രസ്സ് ചെയ്യാമെന്നും അതിലൂടെ സമൂഹത്തിനും സഭയ്ക്കും എന്ത് ശുശ്രൂഷ ചെയ്യാമെന്നുള്ളതാണ് ഫാദർ ലോറൻസിൻ്റെ കൺസേൺ ആയിരുന്നത്. ആ കൺസേണിൽ നിന്നാണ് ഈ ഒരു വലിയ സാമൂഹിക പ്രവർത്തക സംവിധാനം ഉണ്ടായത്. അപ്പോൾ സഭയിലും സമൂഹത്തിലും അന്താരാഷ്ട്ര തലങ്ങളിലുമെല്ലാം പുതിയ ഒരു സാമൂഹിക വികസന പദ്ധതിക്ക്, അത് അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു സംവിധാനത്തിന് ദർശനത്തോടുകൂടെ രൂപം കൊടുക്കാൻ ഈ വലിയ ദാർശനികന് കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു മെത്രാൻ എന്ന നിലയ്ക്കും ഒരു വൈദികൻ എന്ന നിലയ്ക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കുമെല്ലാം മനുഷ്യരുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വെച്ചിരുന്നു. അത് സ്വപ്നം കണ്ട് ജീവിച്ചു. ആ ജീവിതം ഈ ലോകത്ത് ദൗത്യം പൂർത്തിയാക്കി പരലോകത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ 25ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ അഭിമാനത്തോടെ ഒരു കാര്യം കൂടെ ഓർത്തുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കും. ഈ പുണ്യപിതാവിൻ്റെ തൃക്കരങ്ങളാൽ ആണ് 1994 ഡിസംബറിൽ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നതിനും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും കാരണമായത്. ആ അഭിമന്യ പിതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.